പുതിയ കടപ്പുറം മഹല്ല് കേന്ദ്രീകരിച്ച് സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കാൻ തൽപരരായ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് 2014 ഫെബ്രുവരി മാസത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. മൺമറഞ്ഞു പോയ മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പേര് ചൊല്ലി വിളിച്ച ആ സംഘടനയുടെ പേര് ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം. കഴിഞ്ഞുപോയ കാലങ്ങളിൽ മത, രാഷ്ട്രീയ, ജാതി വ്യത്യാസങ്ങളില്ലാതെ തങ്ങളുടെ പേരിനെ അനുസ്മരിപ്പിക്കും വിധം പ്രത്യുപകാരങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തങ്ങളെ തേടിവരുന്ന രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ച് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സംഘടന രൂപം കൊള്ളുന്ന സമയത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനിടയിലുണ്ടാകുന്ന അടിയന്തര ഘട്ടങ്ങളെ അതിജീവിക്കാൻ ഒരു പരാശ്രയമില്ലാതെ നമ്മൾ ഓടി നടന്ന കാലം. ആ കാലത്തെ അതിജയിക്കാൻ സ്വന്തം ആംബുലൻസ് എന്ന ലക്ഷ്യവുമായി കാരുണ്യഹസ്തം മുന്നിട്ടിറങ്ങി. ജഗനിയന്താവിൻ്റെ കാരുണ്യത്താൽ ആ ലക്ഷ്യവും നമ്മൾ നേടിയെടുത്തു. കോവിഡ് മഹാമാരിക്കാലത്തും ഒരു ആഘോഷകാലത്ത് നമ്മുടെ നാടിനെ നടുക്കിയ ഒട്ടുംപുറം ബോട്ട് ദുരന്തത്തിൻ്റെ കാലത്തും വിലമതിക്കാനാകാത്ത തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ നൽകുവാൻ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞു. പുതിയ കടപ്പുറം ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം വാട്സപ്പ് കൂട്ടായ്മയുടെ 10ാം വാർഷികമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട 10 വർഷ കാലയളവിനുള്ളിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പാവപ്പെട്ടവരുടെയും അശരണരുടെയും ആവശ്യങ്ങൾക്കിടയിൽ കാരുണ്യ പ്രവർത്തനം നടത്തി വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവരാണ്. താനൂർ നഗരസഭയുടെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം പോലും വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കാരുണ്യഹസ്തം ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം വാട്സപ്പ് കൂട്ടായ്മക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം കൂട്ടായ്മയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങളുടെ കുട്ടികളെ ഒരു ദിവസം നൂറിലേക്കിലേക്ക് ഒരു ഉല്ലാസയാത്ര കൊണ്ടുപോവുകയുണ്ടായി. അത് വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. ഈ ഒരു 10ാം വാർഷികം ആഘോഷിക്കുന്ന ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, താനൂർ നഗരസഭ 24ാം ഡിവിഷനും നർമദൂർ പഞ്ചായത്ത് 1ാം വാർഡും ഉൾക്കൊള്ളുന്ന പുതിയ കടപ്പുറം മഹല്ലിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം ഇന്ന് 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പുതിയ കടപ്പുറം മഹല്ലിലെ ഒരുപാട് കാരുണ്യപ്രവർത്തനം നടത്തുന്ന ശിഹാബ് തങ്ങൾ വാട്സാപ്പ് കൂട്ടായ്മൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് എല്ലാ പരിപാടികൾക്കും എൻ്റെ ആശംസകൾ. 10ാം വർഷം ആഘോഷിക്കുന്ന ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം ട്രസ്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ആൾക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് വന്നു ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ആഘോഷത്തിൻ്റെ വേളയിൽ എല്ലാ ആശംസകളും എൻ്റെ സഹോദരന്മാരാണ്. ഇതിലുള്ള മുഴുവൻ പ്രവർത്തകരും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർക്ക് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഏതൊരു സംഘടന, ഏതൊരു കാരുണ്യ സംഘടനകളും വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് തീർച്ചയായിട്ടും ആ സംഘടന ഏറ്റവും മികവ് പുലർത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം വാട്സപ്പ് കൂട്ടായ്മ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുതിയ കടപ്പുറം മഹല്ല് കേന്ദ്രീകരിച്ച് ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം കൂട്ടായ്മ പ്രവർത്തിക്കുന്ന വിവരം കുറേ കാലമായി ഇവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. നിസ്വാർത്ഥമായ സേവനത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും ഈ വരുന്ന 10ാം വാർഷിക വേളയിൽ ഹൃദയമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.